അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഇന്നത്തെ സ്പെഷ്യൽ 2 മാങ്ങ ഉണ്ടായിട്ടോ. അപ്പോൾ ഞാനത് കടുമാങ്ങ റെഡിയാക്കി. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് സംഭവമാണ് കേട്ടോ കടുമാങ്ങ. പിന്നെ അല്പം കൊഴുവ വാങ്ങിച്ച്, ഒരുവിധം വലിയ കൊഴുവയായിരുന്നു. അത് ഞാൻ വിനാഗിരിയൊക്കെ ഇട്ട് തിളപ്പിച്ചതാണ്. പിന്നെ 2 താറാമുട്ടയും കൂടി വറുത്തെടുത്തു. അപ്പോൾ മാങ്ങ കൂട്ടുന്ന ആൾ കൊഴുവ കൂട്ടൂല, കൊഴുവ കൂട്ടുന്ന ആൾ മാങ്ങ കൂട്ടൂല. അപ്പോൾ ഞാനിത് 3ഉം കഴിക്കും കേട്ടോ. അപ്പോൾ തമ്മനയുമ്പോൾ ചാണ്ടി മുറുകും, ചാണ്ടി മുറുകുമ്പോൾ തൊമ്മനയെന്ന് പറഞ്ഞ അവസ്ഥയാണ് എനിക്ക്. അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ഞാനങ്ങനെ റെഡിയാക്കി കേട്ടോ കറികളൊക്കെ. അപ്പോൾ ഉച്ചക്കത്തെ ഒരു കറിക്ക് ഞാനേ കൊഴുവയാണ് കേട്ടോ. കൊഴുവ ഒരുവിധം വലിയ കൊഴുവയാണ്, കൊഴുവ തിളപ്പിക്കണതാണ്. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി എല്ലാം കൂടി ഇങ്ങനെ ചതച്ച് വെച്ചിരിക്കുകയാണ്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വാടാനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, എരിവുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നല്ല കളറും കിട്ടും, എരിവും അത്ര ഉണ്ടാവില്ല. പകരം നമ്മൾ പച്ചമുളക് നന്നായിട്ട് എരിവിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുളിക്ക് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് അല്പം വിനാഗിരിയാണ് കേട്ടോ. തക്കാളിയല്ല, പൊടിക്ക് വിനാഗിരി ഒഴിക്കും. ചെറിയ മീനൊക്കെ തിളപ്പിക്കുമ്പോൾ അങ്ങനെ ഒഴിക്കണതാണ് നല്ലത്. നമ്മുടെ മുളകൊക്കെ മൂത്തിട്ടുണ്ട്. സമയത്ത് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൊഴുവക്ക് വേവ് കുറവാണ്, ഇപ്പോൾ വെള്ളം അധികം ആവശ്യമില്ല. വളരെ കുറച്ച് 1/2 കിലോ കൊഴുവയാണിത്. ഒപ്പം അല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. നമ്മുടെ ചാറ് തിളച്ചാന്ന് നോക്കാം. ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന കൊഴുവയാണിത്. ഒരുവിധം വലിയ കൊഴുവയാണ് കേട്ടോ. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചാറ് കുറച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്. തിളച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൊഴുവ നോക്കാട്ടോ. നമ്മുടെ കൊഴുവ തിളച്ച് റെഡിയായിട്ടുണ്ട്. വറ്റിയിട്ടുണ്ട്, ചാറൊക്കെ വറ്റി, നെയ്യൊക്കെ തിരിട്ടുണ്ട്. ഇത്ര മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു തണ്ട് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെക്കാം. അപ്പോൾ എനിക്ക് 2 മാങ്ങ കിട്ടി കേട്ടോ. അപ്പോൾ കടുക് മാങ്ങ ഉണ്ടാക്കിയിട്ട് നാൾ കുറേയായി. അപ്പോൾ അല്പം കടുക് മാങ്ങ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. നമുക്കേ ഇതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ അല്പം ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി, പച്ചമുളക്,
അല്പം ഇഞ്ചി വെളുത്തുള്ളി എന്നിവ പൊടി പൊടിയാക്കി അരിഞ്ഞതാണ്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് വാടട്ടെ. ഇപ്പോൾ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികളങ്ങായിട്ട് കൊടുക്കാം. അപ്പോൾ പൊടി എടുത്തിരിക്കുന്നത് മുളക് പൊടിയും അല്പം ചെറുജീരകം ചൂടാക്കി പൊടിച്ചതുമാണ്. അപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് മാങ്ങ 1 മണിക്കൂർ മുമ്പേ അരിഞ്ഞ് പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടി ഇടണ്ട, ഉപ്പിടണ്ട. ഉപ്പൊക്കെ പിടിച്ചിരിക്കുന്ന മാങ്ങയാണ്. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. തീ കുറച്ചിടാം. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇളക്കി കൂട്ടി ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പൊടിക്ക് മാത്രം, അതായത് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മാങ്ങ ഒന്ന് റെഡിയാക്കി കിട്ടാൻ, ആ ഗ്രേവി ഒന്ന് റെഡിയാകാനായിട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൂട്ടി നമുക്കിതൊന്ന് മൂടി വെച്ച് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ കടുമാങ്ങ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കടുമാങ്ങ വെന്ത് റെഡി ആയിട്ടുണ്ട്. അധികം വെന്ത് അളിഞ്ഞു പോകരുത്, ഈ പാകത്തിന് കിട്ടണം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു കറി കടുമാങ്ങയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 മുട്ടയും കൂടി വറുത്തെടുക്കാം കേട്ടോ. താറാമുട്ടയാണിത്. അപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ ആദ്യം അല്പം കൊഴുവ എടുക്കാം. കൊഴുവ ചോറിൻ്റെ അരികിൽ തന്നെ ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ കൊഴുവയുടെ എല്ലും തിന്നാം, മുള്ളും തിന്നാം. അല്പം ചാറ് ചോറിലൊഴിച്ച് പിന്നെ ഒരു കഷ്ണം താറാമുട്ട എടുക്കാം. താറാമുട്ടയിൽ അല്പം കുരുമുളക് പൊടിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് കടുകുമാങ്ങ. കടുകുമാങ്ങ അല്പം എടുക്കാം. കടുകുമാങ്ങ ഒത്തിരി ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് 2-3 കഷ്ണം എടുക്കാം. ഞാൻ മാത്രമേ ഇത് കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതെടുക്കാം. അപ്പോൾ കഴിക്കാൻ തുടങ്ങാം. മാങ്ങ തന്നെ ആദ്യം എടുക്കാം. മാങ്ങ അല്പം എടുത്ത് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കട്ടെ. പൊളിയാണ് കേട്ടോ, പൊളി. ഈ കൊഴുവ കൂട്ടാം. കൊഴുവ ഒരുവിധം വലിയ കൊഴുവയായിരുന്നു. ഇപ്പോൾ ഇത്തിരി വിനാഗിരിയൊക്കെ ഇട്ട് തിളപ്പിച്ചതാണ്. കൊഴുവ നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ താറാമുട്ടയാണ്. താറാമുട്ട ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ വറുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ ഇതാണ്: കൊഴുവ തിളപ്പിച്ചത്, താറാമുട്ട വറുത്തത്, പിന്നെ കടുകുമാങ്ങ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഹായ്. കൂടാതെ ഐഷ ഒരു ഹായ് പറയാൻ പറ്റുന്നുണ്ട്. ഐഷയ്ക്ക് ഒരു വലിയ ബിഗ് ഹായ്. എൻ്റെ 7000 സബ്സ്ക്രൈബേഴ്സിനുള്ള എല്ലാവർക്കും ബിഗ് ഹായും ഒരു വലിയൊരു ഉമ്മോ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബൈ.